ഇത് പുലിമൂടാണ്, പൊളിമൂടാണ്, പുലിക്കളിയുടെ വികാരമാണ്, പുലിക്കളിയുടെ ആവേശം, ആഘോഷമൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലികൾ ഇങ്ങനെ കൈകൾ കോർത്തുകൊണ്ട്, ചിലർ കൈകൾ കോർക്കാതെ അല്ലാതെയും ചുവടുകൾ വെച്ചുകൊണ്ട് ഇതാ മുന്നോട്ട് വരികയാണ്. വിയൂരിന്റെ പുലികളെയാണ് കാണുന്നത്. പല ദേശത്തിന്റെ 9 ദേശങ്ങളുണ്ട്. ആ 9 ദേശങ്ങളുടെയും പുലികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിനെ നമുക്ക് എത്ര പെട്ടെന്ന് തിരിച്ചറിയുകയും ബുദ്ധിമുട്ടാണ്. ആ പുലികൾ ഇതാ നിരന്നു കഴിഞ്ഞു. ഇനി നേരെ സ്വരാജ് റൗണ്ടിലേക്ക് അവർ വന്ന് അവിടെ ചുറ്റി കടന്നു പോകുന്ന കാഴ്ചയിലേക്കാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും പുലിക്കുട്ടികളായിട്ടുള്ള നിങ്ങളുടെ പുലികളായിട്ടുള്ള റിപ്പോർട്ടർമാരാണ് ഇതിന്റെ ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ചുവടിലും ഒരു തെല്ല് പോലും പിഴയ്ക്കാതെ അവിടെ നിന്നുള്ള വർണ്ണനകൾ, വിവരങ്ങളൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് അതേ നിമിഷം അനുനിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇതാ പുലികൾ ഇങ്ങനെ സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കാൻ, തൃശ്ശൂർ നഗരിയെ വിറപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള പുലിക്കളി ആരാധകരുടെ കണ്ണ് അത് തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ആ പുലികൾ ഇങ്ങനെ അണിനിരന്നു വരികയാണ്. ഈ ചുവടുകളാണ് ഇനി പ്രധാനം. സമയം കഴിഞ്ഞു, ഒരുക്കം കഴിഞ്ഞു. ഇനി അവർ തെരുവിലേക്ക്, റോഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അവരുടെ ചുവട്, ആ ചുവട് തെറ്റാതെ, ആ ചുവടിൽ ഒരു താളബോധത്തോടുകൂടി, ഒരുമയോടുകൂടി, മേളത്തിനനുസരിച്ചുള്ള അവരുടെ ചുവടുകളിലാണ് ഇനി പ്രധാനം. അതിലാണ് ഇനി മാർക്ക് വീഴാൻ പോകുന്നത്. അതിലാണ് ഇനി വിജയിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. 459 പുലികളാണുള്ളത്, 9 ദേശക്കാർ. ആ 9 ദേശക്കാരും ഇപ്പോൾ റെഡിയായി. അതിരാവിലെ തുടങ്ങിയതാണ് മിനുക്കുപണികളൊക്കെയും. മാസങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഈ പുലിക്കളിക്ക് വേണ്ടിയിട്ട് വയറ് വലുതാക്കുക, അല്ലെങ്കിൽ ആ തരത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ശരീരത്തെ ആ രൂപത്തിലാക്കിയെടുക്കുന്ന ആളുകളുണ്ട്. അതായത് കുടവയർ ഒരു കുറച്ചിലാകാതെ, കുടവയറിന്റെ മേനി കാട്ടിക്കൊണ്ട്, കുടവയർ കുലുക്കിക്കൊണ്ടെത്തുന്ന പുലികൾ. എന്തായാലും ഇത് പുലികളുടെ വൈബാണ്, പുലിക്കളിയുടെ വൈബാണ്. സീൻ വേറെയാണ്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അത് അതിമനോഹരമാകുന്നു. സമയം ഇരുട്ടുന്നതനുസരിച്ച് ഈ വെളിച്ചം മാറി ഇരുട്ടിലേക്ക് മാറും തോറും കാഴ്ച അതിമനോഹരമാകും. അരുൺ, അരുൺ അരുണ എവിടെ എത്തി? അരുണേ, അയ്യന്തോൾ ഇതാ സ്വരാജ് റൗണ്ട് വലം വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അയ്യന്തോൾ പോലീസ് സംഘം. അത്തരത്തിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞത് അതേ ചുവടിൽ ഒരേ തൃശ്ശൂരിന്റെ താളമാണ് നമ്മൾ കാണുന്നത്, തൃശ്ശൂരിന്റെ ഐക്യമാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ എല്ലാവരുടെയും ഒരു ഒത്തൊരുമ നേരത്തെ നമ്മളുടെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മന്ത്രിയുണ്ട്, മേയറുണ്ട്, കലക്ടറുണ്ട്, കമ്മീഷണറുണ്ട്. നാടിന്റെ ഒന്നാകെയുള്ള ഐക്യം തന്നെയാണ് ഇതിന്റെ സന്ദേശം. ഓണത്തിന്റെ ഒത്തൊരുമയെ പോലെ അത്തരത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നെന്ന പോലെയുള്ള സന്ദേശം. അത് ഓണാഘോഷത്തിന്റെ പര്യവസാനമാണ് ഈ 4ാം നാളിൽ നടക്കുന്ന പുലിക്കളി. അതിന്റെ പുലിക്കളിയുടെ ചരിത്രം തൊട്ട് ഇന്നേ വരെ അത്തരത്തിൽ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചാൽ തന്നെ ഒരു മുടക്കവും വരാതെ തൃശ്ശൂർ കേരളീയർക്ക് മുമ്പാകെ തന്നെ കേരളത്തിന്റെ ഐക്യം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ നിന്ന് ആളുകളെ കണ്ടു, കോയമ്പത്തൂരിൽ നിന്ന് ആളുകളെ കണ്ടു, ഒപ്പം തന്നെ പോളണ്ടിൽ നിന്ന് കടലെത്തിയ, കാതങ്ങൾ അകലെ നിന്നെത്തിയ ആളുകളെ കണ്ടു. ഇവരൊക്കെ നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ നാടിന്റെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ പുറം ലോകക്കാർ കൂടി ആസ്വദിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വേറെയും വിദേശികളെ കണ്ടിരുന്നു. നെതർലാൻഡ്സിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും എത്തിയ ആളുകൾ പുലിക്കളിക്കായി അത്തരത്തിൽ തീയതി നിശ്ചയിച്ചു വരുന്ന ആളുകൾ. അവരൊക്കെ നമ്മുടെ ആ ഒരു കലയും പാരമ്പര്യവും അടുത്തറിയാൻ, ഒപ്പം തന്നെ അവരടുത്തറിയുന്നത് നമ്മുടെ നാടിനെയാണ്, തൃശ്ശൂരിനെയാണ്, നമ്മുടെ കേരളത്തിന്റെ, ഭാരതത്തിന്റെ തന്നെ സംസ്കാരമാണ് എന്നുള്ളത് തന്നെയാണ്.